ഹായ് ഗൈസ്, അപ്പം നമുക്ക് സാക്ഷുക്ക് ഉണ്ടാക്കിയാലോ? സാജുക്കല്ല, സാക്ഷുക്ക. അപ്പം അതിന് വേണ്ടി തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ചീനപ്പരി ചട്ടി എടുക്കുക, എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിക്ക് തക്കാളിനെ ഇങ്ങനെ നേരത്തെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. തക്കാളിനെ ചട്ടിയിൽ കൗത്തി കടത്തിൻ്റെ ശേഷം അതിക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, വലിയുള്ളി കുനുകുന അരിഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കണം, കുനുകുന തന്നെ അരിയാണ്. വലിയുള്ളി ചേർത്തതിൻ്റെ ശേഷം പിന്നെ വെതറി കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് അത് ഞാൻ പറഞ്ഞില്ല, ഒന്നായിട്ടായിട്ട് വെതറണ്ട പാകത്തിന്. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് അടച്ചാണ്ട് വെക്കുക. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേന് നമ്മൾ തക്കാളിയൊക്കെ നല്ല വെന്ത് റെഡിയായിട്ടുണ്ടാവും. അപ്പം തക്കാളിൻ്റെ കുപ്പായൊക്കെ അങ്ങോട്ട് ഊരി മാറ്റി കൊടുക്കുക. കുപ്പായം എന്നൊക്കെ പറഞ്ഞാൽ തക്കാളിൻ്റെ തോല് വൃത്തിക്ക് മാറ്റി കൊടുക്കുക. എണ്ണയിൽ ഉപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ചതുകൊണ്ട് പെട്ടെന്ന് തക്കാളിൻ്റെ തോല് നമുക്ക് എടുക്കാൻ കിട്ടും. തൊലി കളഞ്ഞതിൻ്റെ ശേഷം അടുത്തത് നല്ലോണം ഉടച്ചുകൊണ്ട് കൊടുക്കുക. ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ആയിക്കോട്ടെ കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം അതിക്കിട്ട് കൊടുക്കേണ്ടതാണ് കുരുമുളക്. കുരുമുളക് പൊടിച്ചത്, പിന്നെ മുളക് പൊടി, പിന്നെ ഉണക്കമുളക് ചതച്ചത്, ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ പറയും. അതും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. വീണ്ടും മിക്സ് ചെയ്തതിൻ്റെ ശേഷം രണ്ടാളൊക്കെ അടുത്തുള്ള സ്ഥലമാണ് ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. തക്കാളിനെ കവുത്തി കൊടുത്തേ പോലെ ഇതിക്ക് രണ്ടാൾക്കാരെ കൂടി മലർത്തി കൊടുത്താണ്ട്. അപ്പോൾ ഓൾക്കുള്ള സ്ഥലമാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി വെച്ച സ്ഥലത്തേക്ക് നമ്മളെ കഥാനായകനെ നമ്മൾ മലർത്തി കടത്താൻ പോവാണ്. അപ്പം രണ്ട് സ്ഥലത്ത് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മലക്ക് മല്ലിച്ചപ്പ്, കറിവേപ്പിലൊക്കെ അരിഞ്ഞത് വെതറി കൊടുക്കുക. സാധാരണ ദിക്ക് എല്ലാവരും അതിടലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാനിടുന്നുണ്ട്. അതിന് ശേഷം അടച്ചങ്ങോട്ട് വെക്കുക. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നമ്മൾ സാക്ഷുക്ക റെഡി. സാക്ഷുക്കൻ്റെ രീതി അത് ഉണ്ടാക്കിയതിന് ശേഷം ചട്ടീന്ന് തന്നെ എടുത്ത് ഇങ്ങനെ കഴിക്കണം കേട്ടോ. പുറത്തത്തെ എല്ലാവരും ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കില്ലെന്നാണ് പറഞ്ഞത്. ഞാനെന്തായാലും നല്ല അടിപൊളി കഞ്ഞിൻ്റെ കൂടെ അത് കഴിച്ചേ. എന്തായാലും കഞ്ഞി സാക്ഷുക്ക് നല്ല കോമ്പിനേഷനാണ്. പക്ഷെ നമ്മളെ ഷാജുക്കും കൂടി വാണ്ടീനും.